ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് ഡെറിവേഷൻ പോലത്തെ സെക്ഷനും അതിൻ്റെ റിലേറ്റഡ് പ്രോബ്ലംസ് ഒക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ യാമിനിയും ദർശനയും കാൽക്കുലേറ്ററൊക്കെ എടുത്ത് മിടുക്കികളായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവർ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ സൊല്യൂഷനൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്കിത് ഇങ്ങനെ കവർ ചെയ്യാം. പക്ഷേ വേണമെങ്കിൽ റെപ്രസെൻ്റ് എല്ലാ പ്രോബ്ലംസും മിക്കവാറും ആ രീതിയിൽ കവർ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. പക്ഷേ ക്ലാസ്സിൽ നമുക്ക് ലൈവായിട്ടൊന്ന് അടുത്ത മൺഡേ കിട്ടുമല്ലോ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒന്ന് രണ്ട് പ്രോബ്ലംസ് നിങ്ങൾക്ക് ഡൗട്ടുകൾ വരുന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നോക്കാം. പിന്നെ ചിലപ്പോൾ കുറച്ച് പോർഷനും കൂടി ഫസ്റ്റ് മൊഡ്യൂൾ ബാക്കി ഉണ്ടാവും. അതും കൂടി കവർ ചെയ്താൽ ഫസ്റ്റ് മൊഡ്യൂൾ കഴിഞ്ഞു. ഓക്കെ, അത് വേഗം കഴിയും. അത് അന്ന് തന്നെ ടെസ്റ്റുകളും കാര്യങ്ങളാണ്. നമുക്ക് വേഗം ഇപ്പോൾ ജസ്റ്റ് അതിൻ്റെ ഒരു എസെൻസ് പറഞ്ഞിട്ട് അതും നമുക്ക് അടുത്ത ആഴ്ച കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. പിന്നെ സെക്കൻഡ് മൊഡ്യൂളിൽ നമ്മൾ കുറച്ച് ഇതൊക്കെ എടുത്തു, മെഷീൻ ഫൗണ്ടേഷൻസ്, അതിൻ്റെ ടൈപ്സ് ഇതൊക്കെ പറഞ്ഞു. അതിൽ വെരി ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ 6 degrees ഓഫ് ഫ്രീഡം ഓഫ് ബ്ലോക്ക് ഫൗണ്ടേഷൻ. അതെടുത്തു. എന്നാലും കുറച്ച് തിയറി ഒക്കെ ഉണ്ട്, അതും നമുക്ക് കവർ ചെയ്യാണ്ട്. കാരണം 20-ാം തീയതിയുടെ ഉള്ളിൽ സീരീസ് എക്സാം ഓണേഴ്സിനെ കണ്ടക്ട് ചെയ്യണം എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കത് സീരീസ് എന്ന് പറയുന്നത് നമുക്ക് കണ്ടിന്യൂസ് അസസ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. സീരീസ് എന്ന് മാത്രമല്ല, നമ്മൾ പോർഷൻസ് അഡ്വാൻസ് ചെയ്യേണ്ട സമയമായി. അപ്പം അതുകൊണ്ട് നമുക്ക് പറഞ്ഞ പോലെ ഈ ഒരു പേസിൽ നമുക്കിത് കണ്ടിന്യൂ ചെയ്യണം. ഓക്കെ അല്ലേ? അപ്പോൾ അതിന് നമുക്ക് ഇന്നലെ എടുത്തതിൻ്റെ ബാക്കിയാണ് നമ്മൾ ഇപ്പോൾ എടുക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, ദർശന ഇത് കാണുന്നില്ലേ? ഒന്നും കൂടി ഇത് ചെയ്യാമല്ലേ? ഇപ്പോൾ ഓക്കെ, വായിക്കാൻ പറ്റുന്നില്ലേ? കാണുന്നില്ലേ? ശരി. അപ്പോൾ നമ്മൾ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഫ്രീ വൈബ്രേഷൻ വിത്തൗട്ട് ഡാമ്പിങ് പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ കെ അടയാളപ്പെടുത്തണം കേട്ടോ. മാസ് എം, കെ എന്ന് പറയുന്നത് അതിൻ്റെ മോഷനെ റെപ്രസെൻ്റ് ചെയ്യുന്ന, സിൻസ് മാസ് എം ഇസ് ഡ്യൂ ടു ഗ്രാവിറ്റി, അത് എം എ എന്നുള്ള രീതിയിലായിരിക്കും അതിൻ്റെ ഒരു ഇനർഷ്യൽ ഫോഴ്സ്, എന്താ പറയുക, ആ ഒരു ഫോഴ്സ് മൂവ്മെൻറ്റ് ഫോഴ്സ് വരുന്നത്. അപ്പം അതിനെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് നമുക്കിവിടെ അല്ലേ, അപ്പം നമുക്ക് പറയാം. അപ്പോൾ അതിനാണ് നമുക്ക് ഇതുള്ളത് അല്ലേ. ജസ്റ്റ് നമ്മൾ ബിൽഡിങ്ങിൻ്റെ കേസ് ആലോചിച്ചാലും ബിൽഡിങ്ങിന് മാസ് ഉണ്ട്, പക്ഷെ താഴെ കോളം സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടല്ലേ അത് ആ ഒരു ഇങ്ങനെ വരുന്നത്, ആ ഒരു മെക്കാനിസം അങ്ങനെ വരുന്നത്. അതേപോലെ ആലോചിക്കാം നമുക്ക്. 1 story മാസ് ലംപ് ചെയ്തു, അതിൻ്റെ താഴെ കോളം ഉണ്ട്, സ്റ്റിഫ്നെസ് പ്രൊവൈഡ് ചെയ്യുന്ന കോളം ഉണ്ട് എന്നൊക്കെ പറയുന്ന പോലെ. ഇത് ജസ്റ്റ് ഒരു റെപ്രസെൻറ്റേഷൻ മാത്രമാണ് കേട്ടോ. ഇതിപ്പോൾ സിവിലിലെ സ്ട്രക്ചേഴ്സ് മാത്രമല്ല, മെക്കാനിക്കലുകാരും അങ്ങനെ ആർക്കും നമുക്ക് സിസ്റ്റത്തിനെ ഇങ്ങനെ ഐഡിയലൈസ് ചെയ്യാം. മാസും അതിനൊരു സ്റ്റിഫ്നെസ് ഉള്ളൊരു എലമെൻറ്റും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഐഡിയലൈസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് എന്ത് കിട്ടിയത്, ഈ ഒരു ഡെറിവേഷൻ. ശരിക്കും ഇതിൻ്റെ അവസാനമായിട്ട്, ഇതിൻ്റെ ഡെറിവേഷൻ്റെ അവസാനമായിട്ടാണ് ഒമേഗ √k/m എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് സോയിൽ ഡൈനാമിക്സിൽ ഇപ്പോൾ ഇത്ര പഠിച്ചാൽ മതി. മറ്റേത് സ്ട്രക്ചറൽ ഡൈനാമിക്സ് എംടെക് ലെവലൊക്കെ വരുമ്പോഴാണ് ഇതിന്ന് എങ്ങനെ ഒമേഗ(n) റെഡ്യൂസ് ചെയ്തെടുക്കണു എന്നുള്ളതൊക്കെ വരിക. നമുക്കിപ്പോൾ ഈ പറയുന്ന ഇത്രയും കാര്യങ്ങൾ പറഞ്ഞാൽ മതി അല്ലേ. ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇതാണ്. ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നെ കോംപ്ലിമെൻ്ററി പാർട്ട് പർട്ടിക്കുലർ ഇൻ്റഗ്രൽ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ലേ. അപ്പോൾ അത്തരം ഡിഫറൻഷ്യൽ സൊല്യൂഷൻ്റെ ഇതെന്ന് പറയുന്നത് എന്താണ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൊല്യൂഷൻ ഇങ്ങനെയാണ് വരിക എന്ന് മാത്സിൽ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് എ എന്ന് പറയുന്നത് ഇവിടെ ഇങ്ങനെ സോൾവ് ചെയ്ത് വരുമ്പോൾ ഈ ഒരു രീതിയിൽ V0 ഇനീഷ്യൽ വെലോസിറ്റി ബൈ ഒമേഗ(n) ആയിരിക്കും എയുടെ വാല്യൂ വരിക. ബിയുടെ വാല്യൂ ഇനീഷ്യൽ ഡിസ്പ്ലേസ്മെൻറ്റ് Z0 ആണ് വരിക എന്നുള്ള രീതിയിൽ അതിനെ ഇങ്ങനെ പറഞ്ഞു വെക്കണം. പിന്നെയാണ് ഒമേഗ(n) ഇത് √k/m Fn. ഡെറിവേഷൻ ആവശ്യമില്ല. എസ്സേയിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എവിടെയും ഓർത്തെടുക്കാം കേട്ടോ. നമുക്കിപ്പോൾ ഇത്ര ആവശ്യമുള്ളൂ. Fn എന്ന് പറയുന്നത്, ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ എംടെക്കിന് പണ്ട്, ഇപ്പോഴത്തെ എംടെക്കിനല്ല, പണ്ട് ഞാനൊരു അഡ്വാൻസ് ഫൗണ്ടേഷൻ എഞ്ചിനീയർ എന്ന് പറയുന്ന പേപ്പർ എടുത്തിട്ടുണ്ടായിരുന്നു. അത് 15 സ്കീം, എംടെക് 2022 മുതലാണ് പുതിയ സ്കീം വന്നത്, സ്ട്രക്ചറൽ എഞ്ചിനീയറിങ്. അതിന് മുന്നേ 15 തൊട്ട് 22 വരെ ഒരു സ്കീമായിരുന്നു. അവർക്കൊരു ഇലക്ടീവ് പേപ്പർ ഉണ്ടായിരുന്നു, അഡ്വാൻസ് ഫൗണ്ടേഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഞാൻ ഒരു 2 വട്ടം എടുത്തിട്ടുണ്ട്. എൻ്റെ മുന്നേ ഷെർമിസാണ് എടുത്തുകൊണ്ടിരുന്നത്. മിസ് അതിഗംഭീരമായി എടുത്തിട്ടുണ്ടായിരുന്നു. മിസ് പോയതിൻ്റെ ശേഷം ഞാനത് എടുത്തു. അപ്പോൾ അതിലെടുത്തപ്പോൾ നമ്മുടെ ഈ ഒരു മൊഡ്യൂൾ അവിടെ വരുന്നുണ്ട്, ഈ മൊഡ്യൂൾ സോയിൽ ഡൈനാമിക്സ് അവിടെ വരുന്നത്. അപ്പോൾ അവരുടെ നോട്ടാണ് ആക്ച്വലി ഇത് പറഞ്ഞത്, ഈ നോട്ട് അവരുടെയാണ്. അഡ്വാൻസ് ഫൗണ്ടേഷൻ എഞ്ചിനീയറിംഗിൽ 2 മൊഡ്യൂൾ സോയിൽ ഡൈനാമിക്സും മെഷീൻ ഫൗണ്ടേഷൻസും വരുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു ചിമ്മിനിയുടെ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ട് വേറൊരു മൊഡ്യൂൾ വരുന്നുണ്ടായിരുന്നു. അതൊക്കെയാണ് ഇപ്പോൾ ഓർമ്മയിൽ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അവർക്ക് പഠിക്കാനുള്ളത് തന്നെയാണ് ഇപ്പോൾ നിങ്ങൾക്കും അവരുടെയും സോയിൽ ഡൈനാമിക്സ് പറയുന്ന പോർഷനിൽ വന്നിട്ടുള്ളതാണ് ഇത് കേട്ടോ. അപ്പോൾ അത് തന്നെയാണ് നമുക്കും പഠിക്കാനുള്ളത്. അപ്പോൾ ഒമേഗ(n) അതുകൊണ്ട് ആ സെയിം നോട്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതേ നോട്ടാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്.
ഒമേഗ എൻ ഈക്വൾ ടു റൂട്ട് കെ ബൈ എം റേഡിയൻ പെർ സെക്കൻഡ് എന്ന് പറയാം, അല്ലെങ്കിൽ റൊട്ടേഷൻ പെർ സെക്കൻഡ് എന്ന് പറയാം. കാരണം സർക്കുലാർ ഫ്രീക്വൻസി ആണല്ലോ ഒമേഗ എൻ. അപ്പോൾ അതിൻ്റെ എഫ് എൻ എങ്ങനെയാണ് 1/2π ഡിവൈഡ് ബൈ സർക്കംഫറൻസ് ചെയ്യുമ്പോൾ 1/2π റൂട്ട് കെ ബൈ എം ചെയ്യുമ്പോൾ ലീനിയർ അത് കിട്ടി. ഇതറിയാം 2π ഒമേഗ ആണ് ടി എന്നുള്ളത് അറിയാം. ഒമേഗ 2π ഒമേഗ എൻ ആണ് ടി എന്നുള്ളത് അറിയാം. അപ്പോൾ ഈ ഒമേഗ തിരിച്ചിട്ട് കഴിഞ്ഞാൽ 2π റൂട്ട് എം ബൈ കെ വരും. ഇനി ഇവിടെ ഇതിനെ എങ്ങനെ എഴുതാം? നമ്മൾ ഇന്നലെ പഠിച്ചത് ഓർക്കുന്നില്ലേ? യാമിനി അതൊന്ന് പറഞ്ഞത് എങ്ങനെയാണ്? എം എന്നുള്ളത് ഇവിടെ ജി ആയി, കെ എന്ന് പറയുന്നത് എങ്ങനെയാണ് റോ സ്റ്റാറ്റിക് ആയത്? കാണുന്നില്ലേ? ടൈം പീരീഡ് ടി എൻ, നാച്ചുറൽ ടൈം പീരീഡ് ആട്ടാ. നാച്ചുറൽ ഫ്രീക്വൻസി ഒമേഗ എൻ ആണെങ്കിൽ നാച്ചുറൽ ടൈം പീരീഡ് ടി എൻ ആണ് അല്ലേ? ടി എൻ ഈക്വൾ 2π ഒമേഗ എൻ ആണ്. ഓക്കെ അല്ലേ? ഒന്ന് മൈക്കോൺ ചെയ്യേ, കേൾക്കുന്നില്ലേ? പറയുന്നത് കേൾക്കുന്നില്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, ശരി ശരി. പക്ഷെ റെക്കോർഡഡിൽ അത് വരില്ല കേട്ടാ. അത് റെക്കോർഡഡിൽ എനിക്ക് തോന്നുന്നു കണ്ടിന്യൂസ് ആയിട്ട് അത് വരുന്നുണ്ടാവും. അപ്പോൾ ടി എന്ന് പറയുന്നത് 2π ഒമേഗ എൻ ആണ്. എങ്ങനെ ഇത് വന്നു? 2π റൂട്ട് ഓഫ് എം ബൈ കെ എന്നുള്ളത് വന്നു. എം എന്ന് പറഞ്ഞാൽ വെയിറ്റ് ബൈ ഗ്രാവിറ്റി ആണ്. കെ എന്ന് പറയുമ്പോൾ വെയിറ്റ് ബൈ ഇതാണ് വെയിറ്റ് ബൈ കെ ആണ്. അല്ല, വെയിറ്റ് ബൈ കെ അല്ല, വെയിറ്റ് ബൈ ഡിഫ്ലക്ഷൻ ആണ്. ഡിഫ്ലക്ഷനെ റോ സ്റ്റാറ്റിക് എന്നുള്ള നൊട്ടേഷനാണ് കൊടുക്കുന്നത്. അപ്പോൾ വെയിറ്റ് ബൈ ജി ഡിവൈഡഡ് ബൈ വെയിറ്റ് ബൈ റോ സ്റ്റാറ്റിക് എന്ന് പറയുമ്പോൾ വെയിറ്റ് കട്ടായിട്ട് 2π റൂട്ട് ഓഫ് ജി ബൈ റോ സ്റ്റാറ്റിക്. അപ്പോൾ ഇതും അതിൻ്റെ ഒരു ഇക്വേഷൻ ആണെന്നുള്ളത് നിങ്ങൾ നോട്ടിൽ എഴുതണം. ക്ലിയർ അല്ലേ? ഇനി അടുത്തത്, അപ്പോൾ അത് കഴിഞ്ഞു. ഇനി ഫ്രീ വൈബ്രേഷൻ വിത്തൗട്ട് ഡാമ്പിങ് ആയിരുന്നു. ഇനി അടുത്തത് ഫ്രീ വൈബ്രേഷൻ വിത്ത് വിസ്കസ് ഡാമ്പിങ്. വിസ്കസ് ഡാമ്പിങ് എന്ന് പറയുമ്പോൾ വെലോസിറ്റിക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് നിങ്ങളുടെ ഡാമ്പിങ് എങ്കിൽ അതിനെയാണ് വിസ്കസ് ഡാമ്പിങ് എന്ന് പറയുക. അതായത് ഇപ്പോൾ ഫ്ലൂയിഡ്സൊക്കെ എന്താ പറയുക, വണ്ടിയിലൊക്കെ ഇടാവില്ലേ സസ്പെൻഷൻ, ഫ്ലൂയിഡ്സ് വെച്ചിട്ട് അതിൻ്റെ ഇത് വെലോസിറ്റി മീൻസ് അതിൻ്റെ ജർക്ക് കുറയ്ക്കുന്ന അങ്ങനത്തെ സംഭവം, അല്ലെങ്കിൽ നമ്മുടെ അങ്ങനത്തെയൊക്കെ ഇല്ലേ, നമ്മുടെ ഡോറിൻ്റെ അവിടേക്കുള്ള വൈബ്രേറ്റ് ഇത് എന്താ പറയുക, സ്റ്റോപ്പർ പോലത്തെ സാധനങ്ങൾ, ഡാമ്പേഴ്സ് പോലത്തെ. അപ്പോൾ അതൊക്കെ അവിടെ വെലോസിറ്റി അതിൻ്റെ ആ ഒരു ഫ്ലൂയിഡിറ്റി കാരണമല്ലേ അതിൻ്റെ ആ ഒരു ഇത് വരുന്നത്. അങ്ങനത്തേനെയാണ് നമ്മൾ വിസ്കസ് ഡാമ്പിങ് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾക്ക് എന്ത് പറയാം? ഇതേപോലെ നമ്മൾ വരയ്ക്കുമ്പോൾ ദർശന ഇത് കാണുന്നുണ്ടല്ലോ അല്ലേ? ജസ്റ്റ് ഒന്ന് പറയൂ, കാണുന്നുണ്ടല്ലോ അല്ലേ? ഹലോ, ശരി ശരി. അപ്പോൾ ഇത് കണ്ടോ, ഇവിടെ വീണ്ടും ഒരു മാസ് സ്പ്രിങ് ഐഡിയലൈസേഷൻ. ഓക്കെ ഓക്കെ. അപ്പോൾ മാസ് ഈസ് സസ്പെൻഡഡ് ഫ്രം എ, ശരി കേട്ടാ, മാസ് ഈസ് സസ്പെൻഡഡ്. ഉണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ മാസ് ഈസ് സസ്പെൻഡഡ്. ഇനി അതിൻ്റെ താഴെ നമ്മൾ സ്പ്രിങ് മാത്രമല്ല, റിസ്റ്റോറിങ് ഫോഴ്സ്. ഇവിടെ ഈ മൂവ്മെൻറ്റിനെ ചെറുക്കാനായിട്ട് നമുക്ക് സ്പ്രിങ്ങിൻ്റെ റിസ്റ്റോറിങ് ഫോഴ്സും നമ്മുടെ ഡാമ്പറിൻ്റെ വിസ്കസ് ഫോഴ്സുമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇതിങ്ങനെ ഇങ്ങനെ മാസ് കാരണം ഒരു മൂവ്മെൻറ്റ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ ബിൽഡിങ്ങിലൊക്കെ ഒരു എന്താ പറയുക, മാസ് കാരണം അപ്പോൾ ബിൽഡിങ്ങൊക്കെ ഇങ്ങനെ വാതിലിങ്ങനെ അടയുന്നത് അതിൻ്റെ മാസ് കാരണം, അതിൻ്റെ ഇത് കാരണം ഇങ്ങനെ അടയുന്നത് ചെറുക്കാനായിട്ട് നമ്മൾ സ്പ്രിങ്ങിൻ്റെ എന്തെങ്കിലും സാധനങ്ങൾ അവിടെ ഇട്ട് കൊടുക്കുകയെന്ന് വിചാരിക്കുക. അതുപോലെ നമ്മുടെ HODയുടെ റൂമിൽ അവിടെയുള്ള പോലെ ഡാമ്പർ എന്തെങ്കിലും പ്ലേസ് ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോൾ എന്താണ്, അതിൻ്റെ ആ ഓസിലേഷൻ കുറയ്ക്കില്ലേ? അപ്പോൾ അതുപോലെ ആലോചിക്കുക കേട്ടോ. അപ്പോൾ ഒരു മൂവ്മെൻറ്റിനെ കുറയ്ക്കുക. അപ്പോൾ ഇവിടെ സ്പ്രിങ്ങിൻ്റെ റിസ്റ്റോറിങ് ഫോഴ്സും ഉണ്ട്, ഡാമ്പറും ഉണ്ട്. അപ്പോൾ സ്പ്രിങ് കോൺസ്റ്റൻറ്റ് കെ, ഇതിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ കെ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ആ സ്പ്രിങ് കോൺസ്റ്റൻറ്റ് അടയാളപ്പെടുത്തുക. ഡാമ്പിങ് കോഷ്യൻ്റ് സി എന്ന് പറഞ്ഞിട്ടാണ് അടയാളപ്പെടുത്തുന്നത്. ഇനി ഇതിൻ്റെ താഴെ ഇത് കണ്ടോ, ഇതിവിടെ താഴെ എന്തെങ്കിലും കട്ട പോലെ ഉണ്ടെങ്കിൽ അതെന്തുണ്ടാവും, ഇങ്ങനെയാകുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് വരില്ലേ? ഡിസ്പ്ലേസ്മെൻറ്റ് ഇത്ര വരെ വരും. സെറ്റ് എന്ന് പറയുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് ഫ്രം ദിസ് ബേസ് ലെവൽ വരികയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇവിടെ എന്താണ് അതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാമത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഇക്വേഷൻ? ആസ് പെർ ദിസ് ഫ്രീ ബോഡി ഡയഗ്രാം MA ഈസ് ഈക്വൽ ടു, MA എന്ന് പറയുന്നതിനെ ചെറുക്കാനായിട്ട് റിവേഴ്സ് ഡയറക്ഷനിലാണ് റിസ്റ്റോറിങ് ഫോഴ്സസ് ഉള്ളത്. ഏതൊക്കെയാണുള്ളത്? മൈനസ് കെ ഇൻറ്റു സെഡ്. സെഡ് എന്ന് പറയുന്ന ഡിസ്പ്ലേസ്മെൻറ്റിനെ ഇതാക്കാനായിട്ട് കെ സ്പ്രിങ് റിസ്റ്റോറിങ് ഫോഴ്സ് മൈനസ് കെ സെഡ് പ്ലസ് സി ഇൻറ്റു ഡാമ്പിങ് കോൺസ്റ്റൻ്റ് ആണ് സി ഇൻറ്റു എന്തിനെയാണ് ഡാമ്പർ നമ്മൾ എന്താ എപ്പോഴും പറയുക,
വേണ്ട കേട്ടോ, ഞാൻ വരാം, ക്ലാസ് കഴിഞ്ഞിട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സി ഇൻറ്റു 4 മണിക്ക് സി ഇൻറ്റു വി എന്ന് പറയും. ഓക്കെ, അപ്പോൾ സി എന്ന് പറയുന്നത് ഡാമ്പിങ് കോൺസ്റ്റന്റ്. എന്തിനെയാണ് അത്? ഡിസ്പ്ലേസ്മെന്റിനെ അല്ല, വെലോസിറ്റിനെയാണ്. വെലോസിറ്റി അതാണ് നമ്മൾ പറയുക വിസ്കസ് ഡാമ്പിംഗ് എന്ന് പറയുമ്പോൾ. ഡാമ്പിംഗ് ഇസ് പ്രപ്പോർഷണൽ ടു വെലോസിറ്റി ആണെങ്കിൽ അതിനെയാണ് വിസ്കസ് ഡാമ്പിംഗ് എന്ന് പറയുക. മനസ്സിലായോ? അപ്പോൾ ഇതാണ് കെ ഇസെഡ് ഈസ് ദ റിസ്റ്റോറിംഗ് ഫോഴ്സ്, സ്പ്രിംഗ് റിസ്റ്റോറിംഗ് ഫോഴ്സ്, സി വി ഈസ് ദ ഡാമ്പിംഗ് ഫോഴ്സ്. അപ്പോൾ ഈ ഡാമ്പിംഗ് എന്താ ചെയ്യുക? ആ വൈബ്രേഷനെ കുറയ്ക്കുക ചെയ്യുക. അതുപോലെ സ്പ്രിങ്ങിൻ്റെ ആക്ഷൻ എന്താ ചെയ്യുക? വൈബ്രേഷനെ കുറയ്ക്കുക ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു വൈബ്രേറ്ററി ഫോഴ്സ് എന്ന് പറയുന്നത് എം എ ആണ്. അപ്പോൾ ഇങ്ങനെ എഴുതിക്കൂടെ? അപ്പോൾ ഇതിനെ തിരിച്ചിങ്ങനെ എഴുതിക്കൂടെ? ഈ പ്ലസ് ഈ കെ ഇസെഡ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞൂടെ? അപ്പോൾ ഇതിനെ ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിനെ എന്ത് പറയും? മറ്റേതിനെ മാസ് സ്പ്രിംഗ് സിസ്റ്റം എന്ന് പറയും. ഇത് മാസ് സ്പ്രിംഗ്, ഇവിടെ കെ അടയാളപ്പെടുത്തണം കേട്ടോ. മാസ് സ്പ്രിംഗ് സിസ്റ്റം എന്ന് പറയും. ഇത് മാസ് സ്പ്രിംഗ് ഡാമ്പിംഗ് ഡാഷ്പോർട്ട് മോഡൽ എന്ന് പറയാം. മാസും ഉണ്ട്, സ്പ്രിങ്ങും ഉണ്ട്, ഡാമ്പിങ്ങും ഉണ്ട്. അപ്പം മാസ് സ്പ്രിംഗ് ഡാമ്പിംഗ് ഡാഷ്പോർട്ട് മോഡൽ എന്ന് വേണം ഇതിനെ പറയാൻ. മാസ് സ്പ്രിംഗ് മോഡൽ അല്ല, മാസ് സ്പ്രിംഗ് ഡാമ്പിംഗ് ഡാഷ്പോർട്ട് മോഡൽ. മറ്റേത് മാസ് സ്പ്രിംഗ് ഡാഷ്പോർട്ട് മോഡൽ എന്നുള്ള രീതിയിൽ ഇതിനെ പറയാം. ക്ലിയർ? അപ്പോൾ ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷൻ വേണം. ഇതിൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓർക്കുന്നുണ്ടോ? ഈ ഒരു ഫോമിൻ്റെ യാമിനി, ദർശന, അനൂപ പുറത്തായതുകൊണ്ട് ഇപ്പോൾ അനൂപയുടെ പേര് വിളിക്കുന്നില്ല, അനൂപയുടെ പേരും വിളിക്കാം. 3 ആളുണ്ടല്ലോ. ഇതിൻ്റെ ഇത്തരം ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ മാത്സിൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്തപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ എങ്ങനെയാണെന്നുള്ളത് ഓർക്കുന്നുണ്ടോ? ഇതിൻ്റെ എങ്ങനെയായിരുന്നു? ഇത് ഇങ്ങനെയാണെങ്കിൽ സെഡ് ഈക്വൾ ടു സെഡ് ആണ് വേണ്ടത് കേട്ടോ. അപ്പോൾ സെഡ് ഈക്വൾ ടു എ സൈൻ ഒമേഗ എൻ ടി പ്ലസ് ബി കോസ് ഒമേഗ എൻ ടി എന്നുള്ളതായിരുന്നു അതിൻ്റെ. എൻ ഉണ്ട് കേട്ടോ ഇവിടെ, എൻ എഴുതാൻ വിട്ടുപോയതാണ്. ഇവിടേക്ക് എൻ ഉണ്ട്. മനസ്സിലായോ? അപ്പോൾ ഇതിൻ്റെ എന്തായിരിക്കും സെഡ് ഈക്വൾ ടു? ഓർക്കാൻ പറ്റുന്നുണ്ടോ? നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് ഞാൻ അതിൻ്റെ ആൻസറിലേക്ക് വേഗം പോവാം. പോട്ടെ? അപ്പോൾ ഇതാണ് അതിൻ്റെ ഉത്തരം കേട്ടോ. സൊല്യൂഷൻ സെഡ് എന്ന് പറയുമ്പോൾ e to the power ലാംഡ ടി എന്നുള്ളതാണ്. ലാംഡ ഹാസ് 2 റൂട്ട്സ് ബേസ്ഡ് ഓൺ ദിസ് കേസ്. ലാംഡയ്ക്ക് നമ്മൾ എന്ത് പറയാം? 1 2 മൈനസ് സി ബൈ 2m പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് സി ബൈ 2m ഹോൾ സ്ക്വയർ മൈനസ് കെ ബൈ എം എന്നുള്ളതാണ് ലാംഡയുടെ 2 വാല്യൂ ആണ് വരിക 2 റൂട്ട്സിൽ, ഒന്ന് പ്ലസും ഒന്ന് മൈനസും. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതാണ് ഇതിൻ്റെ കേസ് കേട്ടോ. ഇതാണ് നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അതിൻ്റെ സൊല്യൂഷൻ, ജനറൽ സൊല്യൂഷൻ ഇതാണ്. സ്പെസിഫിക് സൊല്യൂഷൻ ലാംഡ എന്ന് പറയുമ്പോൾ സി എന്ന് പറയുന്ന ഡാമ്പിങ്ങും മാസ് എം ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഇതാണ് നമ്മുടെ ലാംഡ 1 2 എന്ന് പറയുന്ന വാല്യൂസ് വരിക. ഓക്കെ അല്ലേ? അപ്പോൾ e to the power -2/m പ്ലസ് എന്നുള്ളത് ഒരു ഇൻറ്റു ടി എന്നുള്ളത് ഒരെണ്ണം. സെഡ് ഈക്വൽ ടു e to the power -2m മൈനസ് ഇതെന്ന് പറയുന്നതാണ് അടുത്ത സൊല്യൂഷൻ വരിക. 2 സൊല്യൂഷൻസ് ആണ്. ഡിസ്പ്ലേസ്മെൻറ്റ് 2 രീതിയിലായിരിക്കും വരുന്നുണ്ടാവുക അല്ലേ? 2 ട്രാൻസ്ലേഷണൽ രീതിയിലായിരിക്കും അതിൻ്റെ ഒരു ഡിഗ്രി ഓഫ് ഫ്രീഡം പോലെയൊക്കെ വരുന്നുണ്ടാവുക. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതിൽ റൂട്ട്സ് ആർ റിയൽ. റൂട്ട്സ് ഇതിൻ്റെ ഒന്ന് പറഞ്ഞേ, റൂട്ട്സ് എപ്പോഴാണ് റിയൽ ആവുക? ഇതൊന്ന് വേഗം പറയൂ. റൂട്ട്സ് ഇത് എപ്പോഴാണ് നമ്മൾ റിയൽ റൂട്ട്സ്? -b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac റൂട്ട്സ്. പറയൂ. അതായത് ഇനി നമുക്കിതിൽ പഠിക്കാനുള്ളതേ എപ്പോഴാണ് റൂട്ട്സ് റിയൽ ആവുക? ലാംഡ 1 2 റൂട്ട്സ് എപ്പോഴാണ് ഈക്വൽ ആവുക? അങ്ങനെ ഒരു രീതിയിൽ പറഞ്ഞു പോയാൽ നമുക്ക് നമ്മുടെ ഉത്തരത്തിലേക്ക് എത്താം. നമുക്ക് വേണ്ടത് നമ്മളിതിൽ ചെയ്യുന്നതേ അണ്ടർ ഡാംഡ് സിസ്റ്റം, ഓവർ ഡാംഡ്. ഈ ഒരു ഇതല്ലേ നമ്മുടെ ലാംഡ 1 2 എന്ന് പറയുന്നത് മൈനസ് സി ബൈ 2m പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് സി ബൈ എം ഹോൾ സ്ക്വയർ മൈനസ് കെ ബൈ എം. ഇതൊക്കെ നിങ്ങൾ പഠിക്കും കേട്ടോ. നിങ്ങൾ ഇതൊക്കെ നോട്ടിൽ എഴുതും, അപ്പോൾ പഠിക്കും. ഇതാണല്ലോ ഇതിൻ്റെ ഇത്. ഈ ലാംഡ ഹാസ് 2 റൂട്ട്സ് എന്ന് പറയുന്നുണ്ടല്ലോ. സെറ്റാണ് സൊല്യൂഷൻ. അതിലെ സെറ്റിന് ലാംഡ ബെയർ ചെയ്യുന്നുണ്ട്. ആ ലാംഡയ്ക്ക് 2 റൂട്ട് ഇതിങ്ങനെയാണ് വരിക. ഈ ഒരു ഇതിൽ സൊല്യൂഷൻ നമുക്ക് ഡെറിവേഷൻ ഒന്നും വേണ്ട. അപ്പോൾ നേരെ നമ്മൾ ഉത്തരത്തേക്ക് ലാംഡ 1 2 അല്ലേ -c/2m പ്ലസ് ഓർ മൈനസ് ഇങ്ങനെയാണ് വരിക എന്ന് പറഞ്ഞു. ഇതുവരെ ഓക്കെ അല്ലേ? അപ്പോൾ റൂട്ട്സ് ആർ റിയൽ. എപ്പോഴും ഇത് കറക്റ്റ് അല്ലേ ഞാൻ പറഞ്ഞത്? ഞാനല്ല ഇവർ എഴുതിയത് കറക്റ്റ് അല്ലേ? റൂട്ട്സ് എപ്പോഴായിരിക്കും റിയൽ? ഈ ലാംഡ 1 ഉം 2 ഉം 2 റിയൽ ആവുക എപ്പോഴായിരിക്കും?
B² ഗ്രേറ്റർ ദാൻ 4AC ആകുമ്പോഴല്ലേ മാത്സിൽ, അല്ലേ? ആണെങ്കിൽ ആണെന്ന് പറയൂ. -b ± √B² - 4AC എന്നുള്ള രീതിയിലല്ലേ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ പോലെയല്ലേ ഇത്? മീൻസ് അതല്ലേ? ക്ലിയർ അല്ലേ പറഞ്ഞത്? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ക്ലിയർ ആണോ? ഓ, ലാഗ് ഉണ്ട് അല്ലേ? ഓക്കെ ഓക്കെ. ലാഗ് എങ്ങനെ വന്നൊന്നും മനസ്സിലാവുന്നില്ല. ഇപ്പൊ ക്ലിയർ ആണോ? ദർശന, യാമിനിയുടെ സൈഡിൽ ലാഗ് ഉണ്ടെന്ന് പറഞ്ഞു. ദർശനയ്ക്ക് എങ്ങനെയാ? ഹലോ, മിസ് പറയണത് ലേറ്റ് ആയിട്ടാ കേക്കണേ. അതെ, അതെന്താണാവോ? ഓക്കെ, ഞാൻ എന്നാ ഇതൊന്ന് മാറ്റിയിട്ട് നോക്കട്ടെ. എനിക്ക് തോന്നുന്നു മിസ്സിന്റെ അവിടെയാണ് നെറ്റിന് ഇഷ്യൂ. എനിക്കും യാമിക്കും ഒരുപോലെയാ അതെയാ? കേക്കണേ. ഓ, ഒരു മിനിറ്റ് കേട്ടോ, ഞാൻ ഇതിൻ്റെ BSNL ഇട്ടിരിക്കണേ. ഞാൻ മറ്റു സാധനം ആക്കട്ടെ കേട്ടാ. ഇപ്പൊ കേക്കണ്ട? ഇപ്പൊ പറയുന്ന അപ്പൊ തന്നെ കേക്കണ്ട?